ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഷിയർ ഫോഴ്സ്, എന്താണ് ബെൻഡിങ് മൊമെൻറ്റ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ രണ്ട് ഫാക്ടേഴ്സും അല്ലെങ്കിൽ രണ്ട് പ്രോപ്പർട്ടിയും നമ്മൾ പറയുന്നത് ഒരു സ്ട്രക്ചറൽ മെമ്പറിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഒരു സ്ട്രക്ചറൽ മെമ്പറിനകത്ത് ലോഡ് വരുന്ന സമയത്ത് ആ സ്ട്രക്ചറൽ മെമ്പർ എന്ത് ചെയ്യാം, ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്, അതിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അത് നമ്മൾ മുൻകൂട്ടി അതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത്. എക്സാമ്പിൾ ഒരു ബീം എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. പിന്നെ നമുക്കൊരു ബീം എന്ന് പറയാം. ഈ ബീമിൽ നമ്മളൊരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് വെയിറ്റ് W എന്ന് പറയുന്ന വെയിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ബീമിന് ഒരു ബെൻഡിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് സാഗ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഈ ബീം എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലോഡ് വരുന്ന സമയത്താണ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിനെ ബീം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബീം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ മെമ്പറിനകത്ത് അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ലോഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ബീം എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് ബീം എന്ത് ചെയ്യാം, ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബെൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ബീം ഒരിടവും സപ്പോർട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്കിത് ഈ ലോഡിനെ ഇതിന് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇതെന്താണ്, അതിൻ്റെ ഒരു സപ്പോർട്ടാണ്, ഈ ബീമിൻ്റെ സപ്പോർട്ടാണ്. ഈ ബീമിൻ്റെ സപ്പോർട്ട് എന്നുള്ള ഡിസ്റ്റൻസ്, ഈ ലോഡ് കൊടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വെച്ചു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ ലോഡ് വരുന്നത്, ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് എക്സ് മീറ്റർ അല്ലെങ്കിൽ എക്സ് മാറിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് വരുന്നത് കാരണം ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ലോഡ്, അതാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. മൊമെൻ്റ് അങ്ങനെ ഈ ലോഡ് വരുന്ന സാഹചര്യത്തിൽ ഈ ബീമിന് ഞാൻ പറഞ്ഞ കണക്ക് ഈ ബെൻഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബെൻഡിങ്ങിന് അതിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഷിയർ ഫോഴ്സ് എങ്ങനെയാണ്, ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഈ ബീമിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലോഡ് നമ്മൾ ആക്ട് ചെയ്യുന്ന കൊടുക്കുന്ന സമയത്ത് ഈ ലോഡ് ഈ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത് ഒരു ഫാക്ടറാണ്. ഇതിൻ്റെ എന്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇത് എത്ര ദൂരത്തിലാണ് ഈ ലോഡ് എന്താണ് ആക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എക്സ് ഡിസ്റ്റൻസ് ആണ് എടുത്തെങ്കിൽ, ഇപ്പോൾ എക്സ് മീറ്റേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്ന എക്സ് മീറ്റേഴ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അത് നമ്മൾ ലിവറേജ് എന്നൊക്കെ പറഞ്ഞ കണക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഇത്രയും എന്ത് ചെയ്യും, ഒരു മൊമെൻ്റ് ഉണ്ടാകും. ഇതിനെ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യാനുള്ളൊരു മൊമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആ മൊമെൻറ്റിനെയാണ് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ W ഇൻറ്റു എക്സ്, അതാണ് ഇവിടെ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഈ W തന്നെയാണ് ഈ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് എക്സ് മാറുന്നതനുസരിച്ച് ഇപ്പോൾ മൊമെൻ്റ് മാറിക്കൊണ്ടിരിക്കും. മൊമെൻ്റ് ഏറ്റവും കൂടുതൽ ഈ എൻഡിലായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കൂടുതലാണ്. ഇപ്പോൾ W നമ്മൾ ഈ എൻഡിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, അതനുസരിച്ച് ഏറ്റവും ഹയസ്റ്റ് ലോഡ് വരുന്നത് ഈ എൻഡിലായിരിക്കും. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ലൊക്കേഷൻ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, ഈ മൊമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതെന്ത് ചെയ്യും, സാഗ് ചെയ്യും. ഇങ്ങനെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്ത് ചെയ്യുക പറയുന്നത്, ബെൻഡിങ് എന്ന് പറയാൻ. അപ്പോൾ ഈ ബീം തന്നെ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഒരു തരത്തിൽ പലതരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ബീമിനെ. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒറ്റ ടൈപ്പ് സപ്പോർട്ടിംഗ് ആണ്. ഇതിന് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ബീമിനെ നമ്മൾ പറയുന്ന പേരാണ് കാൻറ്റിലിവർ ബീം. കാൻറ്റിലിവർ ബീം എന്ന് പറയുന്നത് എന്താണ്, ഒരു എൻ പോയിന്റിൽ മാത്രം സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് കാൻറ്റിലിവർ ബീം. ഈ കാണിച്ചിരിക്കുന്നത് ഈ ബീമിന് പറയുന്ന പേര് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയും. സിംപ്ലി സപ്പോർട്ടഡ്. സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയുന്നത് രണ്ട് എൻ പോയിന്റിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയും. ഇനി ഈ ഒരു എൻഡിലിരിക്കുന്ന സപ്പോർട്ട് നമ്മൾ അല്പം ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് പറഞ്ഞാൽ അല്പം ഓവർ ഹാങ്ങിങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിനെയാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയും.
അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓവർ ഹാങ്ങിങ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതാണ് ഓവർ ഹാങ്ങിങ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ പലയിടത്തും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ എന്താണ് പല പോയിന്റിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു ബീമായിരിക്കും അത്. പലയിടത്തും നമ്മളിങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ വരുന്നതിന് പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയും. ആ ബീമിന് പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന ബീംസിന് പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ബീം. ഇനി ഒരു ടൈപ്പ് കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത് അതിൻ്റെ പേരെന്ന് പറയുന്നത് ഫിക്സഡ് ബീമാണ്. ഫിക്സഡ് ബീം എന്ന് പറയുന്നത് രണ്ട് എൻഡ് പോയിന്റിലും വളരെ റിജിഡായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഫിക്സഡ് ബീം എന്ന് പറയും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫിക്സഡ് ബീമാണ്. ഫിക്സഡ് ബീം, ഇതിനെയാണ് ഫിക്സഡ് ബീം എന്ന് പറയുക. ഇതിനകത്ത് തന്നെ ഈ ബീമിനകത്ത് പലതരത്തിലുള്ള ലോഡ് ആക്ട് ചെയ്യും. ഈ പറഞ്ഞ കണക്ക് ഒരു പോയിന്റിൽ മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാൻഡിലിവറിൻ്റെ കേസിൽ ക്യാൻഡിലിവറുണ്ട്, ഇത് നമ്മൾ ക്യാൻഡിലിവർ ബീം എന്ന് പറയും. അതിൽ ഒരു പോയിന്റിൽ മാത്രം ലോഡ് വരുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള ലോഡിന് നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയും. കോൺസെൻട്രേറ്റഡ് ലോഡാണ് ഇത്. ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡെന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ലോഡാണ്. ഇനി അടുത്ത് വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ബീം ത്രൂ ഔട്ട് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ W ആണ്. ഇവിടെ എന്ന് പറയുന്നത് W പെർ മീറ്റർ. W എന്ന് പറയുന്ന ലോഡ് ഓരോ മീറ്ററിൽ ഈക്വലായിട്ട്, ഇപ്പോൾ ഒരു L ലെങ്ത് ആണെങ്കിൽ L-ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എങ്കിൽ ആ ത്രൂ ഔട്ട് ലെങ്ത് എന്നാണ് W ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ തരത്തിലുള്ള ലോഡിന് നമ്മൾ UDL അഥവാ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയും. മൂന്നാമത്തതെന്ന് പറയുന്നത് ഈക്വലായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പോയിൻ്റ് ഡിസ്റ്റൻസിൽ അതിൻ്റെ ലോഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വരുന്ന ലോഡിന് അല്ലെങ്കിൽ ഇതിന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഷേപ്പിലിരിക്കും. ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ലോഡിന് നമ്മൾ പറയുന്ന പേര് വേരിയിങ് ലോഡാണ്. ആക്ച്വലി ഇത് ഓരോ പോയിന്റിലും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വേരിയേഷൻ എന്ന് പറയുന്നത് യൂണിഫോമാണ്. ഇത് ഫിക്സഡ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ യൂണിഫോമായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിന് പറയുന്ന പേര് യൂണിഫോമലി വേരിയിങ് ലോഡെന്ന് പറയും. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ലോഡുണ്ട്. ഇതിന് നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലാതെ വേറൊരു പേരുണ്ട്, പോയിൻ്റ് ലോഡ് എന്ന് പറയും. രണ്ടാമത്തെ കേസിൽ UDL യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയും. മൂന്നാമത്തത് യൂണിഫോംലി വേരിയിങ് ലോഡ്. ഇങ്ങനെ മൂന്ന് ടൈപ്പ് ലോഡ് അറേഞ്ച്മെൻ്റാണ് ബീമിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മിഡിലായിട്ട് ഞാനൊരു W എന്ന് പറയുന്ന വെയിറ്റ് അല്ലെങ്കിൽ ലോഡ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് നോർമലി ഈ W എന്ന് പറയുന്ന വെയിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് എൻഡ് പോയിന്റിലും അല്ലെങ്കിൽ ഈ രണ്ട് സപ്പോർട്ടിലേക്കും ഈ വെയിറ്റ് വരും അല്ലേ. ഇപ്പോൾ ഇത് ഒരു വെയിറ്റ് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിലായിരിക്കും എന്ത് ചെയ്യുക വെയിറ്റ് വരുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് ഇതിനെ അല്ലെങ്കിൽ ഈ വെയിറ്റ് വരുമ്പോഴത്തേക്ക് സപ്പോർട്ട് എന്ത് ചെയ്യും, ഇതിന് അല്ലെങ്കിൽ ഈ വെയിറ്റിന് സപ്പോർട്ട് റെസിസ്റ്റ് ചെയ്യണം അല്ലേ. അതിനെ റെസിസ്റ്റ് ചെയ്താൽ മാത്രമേ അത് സ്റ്റേബിളായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഈ സപ്പോർട്ടിന് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ബീം എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആക്ച്വലി നമുക്ക് എന്താണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. റെസിസ്റ്റൻസ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ആ റെസിസ്റ്റൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഞാൻ പേര് കൊടുക്കണം. ആദ്യത്തെ സപ്പോർട്ട് എയും രണ്ടാമത്തെ സപ്പോർട്ട് ബിയും. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ അറ്റ് എ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് RA ആണ്. അതുപോലെ
റിയാക്ഷൻ അറ്റ് ബി റിപ്രസെൻറ്റഡ് ബൈ ആർ ബി എന്ന് പറയുന്നതാണ് ഈ വെയ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതെന്താണ് ഡബ്ല്യുവിന് ഇക്വലൻ്റ് ആവണം അല്ലേ? ആ ഡബ്ല്യുവിന് ഈക്വലായിട്ട് രണ്ട് എൻഡിലും സപ്പോർട്ട് എടുത്താൽ മാത്രമേ ഇത് എന്ത് ചെയ്യുക സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു ഡബ്ല്യു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. ഒരു ലോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബീമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ സപ്പോർട്ട് പോയിന്റിൽ എന്താണ് റിയാക്ഷൻസ് ഉണ്ടാവും. ഇനി ഈ പറഞ്ഞ കണക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ ഇപ്പോൾ എക്സ് ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന സപ്പോർട്ട് പോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് ഈ ഡബ്ല്യു ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? മൊമെൻ്റ് ഉണ്ടാവും. ഡിസ്റ്റൻസ് വരുമ്പോൾ അവിടെ എന്തായാലും മൊമെൻ്റ് ഉണ്ടാവും. ഡബ്ല്യു ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ ഇത് ഇനി ഓരോ പോയിന്റിൽ ഈ പറഞ്ഞ കണക്ക് എക്സ് വേരി അനുസരിച്ച് ഓരോ പോയിന്റിലും ഈ എന്താണ് മൊമെൻ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ മൊമെൻറ്റിൻ്റെ വേരിയേഷൻ നമ്മളൊരു ഡയഗ്രാം വരച്ച് അല്ലെങ്കിൽ ഈ ബീമിൻ്റെ സൈഡിൽ തന്നെ എന്താണ് വരച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയഗ്രത്തിന് പറയുന്ന പേരാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിലുള്ള വേരിയേഷൻ നമ്മളിവിടെ എന്താണ് വരച്ച് കാണിക്കുകയാണെങ്കിൽ അതിനാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഡബ്ല്യു ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഈ പോയിന്റിൽ വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും ഇവിടെ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ റിയാക്ഷൻ അറ്റ് എ, അതായത് ആർ എയും ഡബ്ല്യുവും ആർ ബിയും ഇതിൻ്റെ എല്ലാം കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും ഇവിടെ ഒരു പോയിന്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ഈ ബീമിൽ ഓരോ പോയിന്റിലും ഫോഴ്സും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിവിടെ മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ വേരിയേഷൻ ഇവിടെ കൂടുതലായിരിക്കും. രണ്ട് സൈഡിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യും അത് കുറഞ്ഞു വരും. കാരണം എന്താണ് ഇവിടെ സപ്പോർട്ട് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഫോഴ്സിൻ്റെ വേരിയേഷൻ നമ്മൾ ഡയഗ്രാമായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇത് നമ്മൾ വരയ്ക്കുന്നത് ഡിസൈൻ കാൽക്കുലേഷൻസ് വേണ്ടിയാണ്. ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് എപ്പോഴാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്, എത്ര ലോഡ് ഈ ബീമിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഡയഗ്രാം വരച്ച് നോക്കും. എവിടെയാണ് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എവിടെ ആണ് മാക്സിമം ലോഡ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കാറ്.